നമസ്കാരം, ഞാൻ സിയാദ് ഇല്ലിക്കൽ. എല്ലാ ദിവസവും വൈകിട്ട് 7 മണിക്കുള്ള മാർക്കറ്റ് ന്യൂസിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മുടെ നിഫ്റ്റിയുടെ എക്സ്പയറി കഴിഞ്ഞു. നിഫ്റ്റി ഒരു ഡോജി ക്യാനിലാണ് ഫോം ആയിട്ടുള്ളത്. വലിയ പ്രശ്നങ്ങളോ പൊല്ലാപ്പുകളോ ഒന്നും ഇല്ലാതെ തന്നെ മാർക്കറ്റ് അവസാനിപ്പിച്ചിട്ടുണ്ട്. നിഫ്റ്റിയിലേക്ക് നമുക്ക് വരാം. ആദ്യം നിഫ്റ്റിയുടെ ചാർട്ട് നോക്കാം. എൻ്റെ എക്സ് ആക്സിസിൽ സമയം കാണാൻ സാധിക്കും. 9:15 നിഫ്റ്റിയുടെ ഫസ്റ്റ് ക്യാൻഡിൽ ഓപ്പൺ ആയിരിക്കുന്നത് ഗ്യാപ്പ് അപ്പ് ആണ്. രാവിലെ പ്രീ മാർക്കറ്റ് സമയത്ത് ഗ്യാപ്പ് അപ്പ് തന്നെ നമ്മൾ എക്സ്പെക്ട് ചെയ്തിരുന്നു. അതുപോലെ തന്നെ നിഫ്റ്റി ഗ്യാപ്പ് അപ്പിൽ ഓപ്പൺ ചെയ്തതിന് ശേഷം 21,800, അതായത് ഇന്നലത്തെ ക്ലോസിൻ്റെ താഴെ നിഫ്റ്റി പോയി 21,800 സപ്പോർട്ട് എടുത്തതിന് ശേഷം നിഫ്റ്റി കൺസോൾഡേറ്റ് ചെയ്ത് പതിയെ മുകളിലേക്ക് പോയി. ഇന്നത്തെ ഹൈ ആയിട്ടുള്ള 21,927 ക്രോസ് ചെയ്ത് പോയി. വീണ്ടും 21,891 വന്നു. വീണ്ടും ഇന്നത്തെ ഹൈയിൽ ക്ലോസ് നടത്തി. മാർക്കറ്റ് ഡോജി ക്യാനിൽ ഫോം ചെയ്തിട്ടുണ്ട്. പ്രത്യേകിച്ച് പ്രശ്നങ്ങളോ കാര്യങ്ങളൊന്നും നിഫ്റ്റിയിൽ ഉണ്ടായിട്ടില്ല. നിഫ്റ്റി രാവിലെ കണ്ട ഒരു ഗ്യാപ്പ് അപ്പിൻ്റെ ആ ഒരു പോയിന്റ് ചോർന്നു പോയിട്ടില്ല. നിഫ്റ്റി 70 പോയിന്റ്, സെൻസെക്സ് 227 പോയിന്റ്, ബാങ്ക് നിഫ്റ്റി 310 പോയിന്റിൻ്റെ അത്യാവശ്യം തരക്കേടില്ലാത്ത ഒരു ഗെയിൻ ഇന്ന് ഉണ്ടാക്കിയിട്ടുണ്ട്. ഇന്ന് നിഫ്റ്റി 50യിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ചിട്ടുള്ളത് എം.എൻ.എമ്മിൻ്റെ റിസൾട്ട് ഉണ്ടായിരുന്നു. രാവിലെ പ്രീ മാർക്കറ്റിലെല്ലാം തന്നെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. എം.എൻ.എം ഏകദേശം ഒരു 6.5% റാലി രേഖപ്പെടുത്തി 1765 രൂപയിലാണ് ഇപ്പോൾ എം.എൻ.എമ്മിൻ്റെ LTP ഉള്ളത്. BPCയിൽ റാലി തുടരുകയാണ്, 5% റാലി. NTPC 3.5%, ONGC, പവർ ഗ്രിഡ് തുടങ്ങിയ കമ്പനീസ് റാലി രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇന്ന് പ്രോഫിറ്റ് ബുക്കിംഗ് കണ്ടിട്ടുള്ളത് ആക്സിസ് ബാങ്ക് ആണ്, പ്രധാനമായിട്ടും 2.1%. കാരണങ്ങളുണ്ട്, നമുക്കതിലേക്ക് ഒക്കെ എത്താം. അപ്പോളോ ഹോസ്പിറ്റൽ 1.5%, ITC, HUL, നെസ്ലെ 3 FMCG ജയന്റ് കമ്പനീസ് എല്ലാം തന്നെ 1.5% മുതൽ ITC ഏകദേശം ഒരു 1.25% മുകളിൽ ഒരു ഫോള് രേഖപ്പെടുത്തി. നേരെ നമുക്ക് ഗ്ലോബൽ മാർക്കറ്റ് പരിശോധിക്കാം. ഈ ഞായറാഴ്ചയാണ് കൊച്ചിയിലെ നമ്മളുടെ ഓഫ്ലൈൻ ക്ലാസ് ഉള്ളത്, ഫ്യൂച്ചർ ആൻഡ് ഓപ്ഷൻ്റെ ഓഫ്ലൈൻ ക്ലാസ് ഉള്ളത്. ക്ലാസ് റൂമിൽ ഇരുന്ന് പഠിക്കാം, നമ്മുടെ ഇവിടെ ഇരുന്ന് ട്രേഡ് ചെയ്യാം. സംശയങ്ങൾക്ക് വേണ്ടിയിട്ട് 6 മാസം നമ്മൾ വിളിച്ച് സംശയ നിവാരണം നടത്താം. കൂടാതെ തന്നെ ഓൺലൈനായിട്ട് ജോയിൻ ചെയ്യുന്ന ആളുകൾക്ക് കൊടുക്കുന്ന അതേ മെറ്റീരിയൽ നമ്മൾ പ്രൊവൈഡ് ചെയ്യും. താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിൽ ബന്ധപ്പെടാം. ഗ്ലോബൽ മാർക്കറ്റിലേക്ക് വരാം. ഏറ്റവും താഴെ കാണാം ഡോ ഫ്യൂച്ചർ 37 പോയിന്റ് ഫ്ലാറ്റ് ആണ്. ഇന്ത്യ വിക്സ് ഇന്ന് 1.36% ഒരു ഫോൾ ഉണ്ടായിട്ടുണ്ട്. ബിറ്റ്കോയിൻ 52,729 എന്ന നിലയിൽ ബിറ്റ്കോയിൻ അതിശക്തമായിട്ട് മുകളിലേക്ക് പോയി. MOEX റഷ്യൻ മാർക്കറ്റ് ഗ്രീനാണ്. FTSE UK മാർക്കറ്റ് ഫ്ലാറ്റാണ്. CSE 40 ഗ്രീനാണ്. ഡാക്സ് ജർമ്മൻ മാർക്കറ്റ് പോസിറ്റീവാണ്. കോസ്പി കൊറിയ അതിന് മുകളിലുള്ള ചൈനയും ഓസ്ട്രേലിയയും എല്ലാം തന്നെ ഗ്രീനിൽ ക്ലോസ് ചെയ്തിട്ടുണ്ട്. ഏറ്റവും ടോപ്പിൽ കാണാം ഗോൾഡ്. ഇന്റർനാഷണൽ മാർക്കറ്റിൽ $1,998 പെർ ഔൺസ് എന്ന നിലയിലാണ് ഇപ്പോൾ ട്രേഡിങ് തുടരുന്നത്. അപ്പോൾ അതായത് ഗോൾഡ് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത് 2 മന്ത് ലോയിലാണ്. സെക്ടർ പെർഫോമൻസ് FMCG, മീഡിയ, ഫാർമ. FMCGയിലെ ജയിന്റ് FMCG കമ്പനീസ് എല്ലാം തന്നെ ഇടിഞ്ഞത് നമ്മൾ കണ്ടു. മറ്റുള്ള എല്ലാ സെക്ടറും ഗ്രീനിൽ ക്ലോസ് ചെയ്തു. PSU ബാങ്ക് 3.5% ഗെയിൻ ഇന്ന് ലഭിച്ചിട്ടുണ്ട്. US നിന്ന് ക്രൂഡ് ഓയിൽ ഇൻവെന്ററി ഡേറ്റ ഇന്ന് രാത്രി 9:30 ഇന്ത്യൻ സമയം വരും. ഇനി നമുക്ക് നേരെ സ്റ്റോക്കുകളുടെ വാർത്തകളിലേക്ക് പോകാം. നമ്മൾ ഒട്ടുമിക്ക ഗ്ലോബൽ കാര്യങ്ങളെല്ലാം തന്നെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. സ്റ്റോക്കുകളുടെ ന്യൂസാണ്. ഇതൊരു ബൈയോ സെല്ലോ ഇൻഡിക്കേറ്റർ അല്ല. ഞാൻ എല്ലാ ദിവസവും ഇത് പറയാൻ കാരണം ഒരുപാട് യൂട്യൂബ് ചാനൽസ് ഉണ്ട്. നാളെ പുറക്കുന്ന സ്റ്റോക്കുകൾ അല്ലെങ്കിൽ നാളത്തെ ബ്രേക്ക്ഔട്ട് സ്റ്റോക്കുകൾ, ആ ഒരു യൂട്യൂബ് ചാനലിൽ നിന്നും വ്യത്യസ്തമായ രീതിയിൽ നമ്മളെ യൂട്യൂബ് ചാനൽ നിലനിന്ന് പോകാനാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. ഇത് പ്യുവറായിട്ട് മാർക്കറ്റിലുള്ള ന്യൂസുകൾ, ഗ്ലോബൽ അപ്ഡേറ്റ്സുകൾ, പല സ്റ്റോക്കുകളുടെ വാർത്തകൾ, അത് നിങ്ങളുടെ മുമ്പിലേക്ക് കൃത്യമായിട്ട് രാവിലെയും വൈകിട്ടും എത്തിക്കുക. കാരണം ഈ സ്റ്റോക്ക് നാളെ റാലി രേഖപ്പെടുത്തിയേക്കാം എന്ന് ഞാൻ പറയുമ്പോൾ 2 സാധ്യതകളാണ് ഉള്ളത്. ഒന്ന് റാലി രേഖപ്പെടുത്തും, അല്ലെങ്കിൽ ഫോൾ ആവും, അല്ലേ? അങ്ങനെ ഞാനൊരു 10 സ്റ്റോക്കുകളുടെ കാര്യം പറയുകയാണെങ്കിൽ 5 സ്റ്റോക്കുകളും റാലി രേഖപ്പെടുത്തും, 5 സ്റ്റോക്കുകൾ ഫോൾ ആവും. അപ്പോൾ വളരെ ഈസിയാണ്, അങ്ങനെ പറയാനായിട്ട് വളരെ ഈസിയാണ്. പക്ഷേ പൈസ നിങ്ങളുടെയാണ്. നിങ്ങളുടെ പൈസ വെച്ചിട്ട് ഞാൻ എൻ്റെ വിശകലനം അല്ലെങ്കിൽ എൻ്റെ ഒരു പഠനം, എൻ്റെ അറിവ് അത് ടെസ്റ്റ് ചെയ്യാനായിട്ട് ഒരിക്കലും ഞാൻ ശ്രമിക്കാറില്ല. ന്യൂസുകളായിട്ട് തന്നെ പറയാം. നിങ്ങളും ആ ഒരു രീതി തന്നെ എടുക്കുക. നാളെ പറക്കുന്ന സ്റ്റോക്കുകൾ അല്ലെങ്കിൽ ഇടിയുന്ന സ്റ്റോക്കുകൾ ഒന്നും ഒരു ക്യാപ്ഷൻ ഇട്ട് നമ്മൾ ഒരിക്കലും ന്യൂസ് ചെയ്യാറില്ല. പേടിഎം ഇന്ന് 5% ഒരു ഫോൾ ഉണ്ടായിട്ടുണ്ട്. പേടിഎം എല്ലാം തന്നെ അവരുടെ സർക്യൂട്ട് ലിമിറ്റ് 10% നിന്ന് 5%ലേക്ക് കുറച്ചു. അത് കാരണമാണ് ഇന്ന് 5% ഇടിഞ്ഞത്. അതല്ലെങ്കിൽ 10% ഇടിഞ്ഞതിന് കാരണം എൻഫോഴ്സ്മെന്റ് ഡയറക്ടേഴ്സ് പേടിഎമ്മിന് എതിരെ ചില നീക്കങ്ങളെല്ലാം തന്നെ
നടത്തിയിട്ടുണ്ട്. RBI നോംസ് പാലിക്കാത്തത് കൊണ്ടാണ് പേടിഎമ്മിന് പുല്ലാപ്പുണ്ടായിട്ടുള്ളത്. RBI നോംസ് പാലിക്കാത്ത കമ്പനികളുടെ ഹിസ്റ്ററികൾ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഗൂഗിൾ ചെയ്യുക. വളരെയധികം പരിതാപകരമാണ്. പക്ഷേ പേടിഎം നാളെ റാലി രേഖപ്പെടുത്തിയേക്കാം. കാരണം മോർഗൻ സ്റ്റാൻലി എല്ലാം തന്നെ ഏകദേശം ഒരു 250 കോടി സ്റ്റോക്കുകളെല്ലാം തന്നെ പേടിഎമ്മിനെ വാങ്ങിച്ചിട്ടുണ്ട്. പക്ഷേ പേടിഎമ്മിൻ്റെ മൊത്തത്തിലുള്ള ആ ഒരു വലിപ്പം വെച്ച് 250 കോടി ഒന്നുമല്ല, എന്നും സംഭവിക്കാന്നുള്ള രീതിയിലാണ് പേടിഎം ഉള്ളത്. IPO ജുനിപ്പർ ഹോട്ടൽ 1800 കോടി രൂപയുടെ IPO ഫെബ്രുവരി 21 ഓപ്പൺ ആവുന്നുണ്ട്. 340 രൂപ 360 രൂപയാണ് പ്രൈസ് ഉള്ളത്. കട്ട് ഓഫ് പ്രൈസ് നിങ്ങൾ ടെക്ക് ചെയ്യാനായിട്ട് മറക്കരുത്. നമ്മൾ റീറ്റെയിലേഴ്സ് ആണ്. റീറ്റെയിലേഴ്സ് വാങ്ങിക്കുമ്പോൾ കട്ട് ഓഫ് പ്രൈസ് ടിക്ക് ചെയ്യുക. ഏതെങ്കിലും ഒരു പ്രൈസ് ബാൻഡിൽ നമുക്ക് കിട്ടാനുള്ള സാധ്യതയുണ്ട്. ഒരാൾ ഒന്ന് അപ്ലൈ ചെയ്താൽ മതി. കാരണം ഒരുപാട് ഡിമാൻഡുള്ള IPOs ഒന്നാണ് കിട്ടാൻ സാധ്യതയുള്ളൂ. നിങ്ങൾ ഏഞ്ചലിൽ നിന്നും അപ്സ്റ്റോക്കിൽ നിന്നും അല്ലെങ്കിൽ സെറോദയിൽ നിന്നും 3 ബ്രോക്കറിൽ നിന്നും അപ്ലൈ ചെയ്തിട്ട് യാതൊരു കാര്യമില്ല. കാരണം ഒറ്റ ഒറ്റ പാൻ നമ്പറിൽ ഒരാൾക്ക് ഒരെണ്ണമാണ് കിട്ടുള്ളൂ. ലോട്ടറി സിസ്റ്റമാണ്. വ്യത്യസ്ത ആളുകളിൽ നിന്ന് ബൈ ചെയ്യാം. അപ്സ്റ്റോക്ക്, സെറോദ അല്ലെങ്കിൽ ലീഡിംഗ് ആയിട്ടുള്ള എല്ലാ ബ്രോക്കേഴ്സും ഫ്രീ ആണ് ഈ IPOയിൽ തന്നെ അപ്ലൈ ചെയ്യാനായിട്ട്. ഞാൻ പേഴ്സണലി ഉപയോഗിക്കുന്നത് അപ്സ്റ്റോക്കും സെറോദയാണ്. അപ്സ്റ്റോക്ക് ഓപ്ഷൻ ചെയ്യുന്ന ആളായതുകൊണ്ട് ഫാറോട്ടിമേൽ തന്നെ ബൈ ചെയ്യാനായിട്ട് അപ്സ്റ്റോക്ക് വളരെയധികം ഉചിതമാണ്. ലീഡിംഗ് ഡിസ്കൗണ്ട് ബ്രോക്കറാണ്. ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ അപ്സ്റ്റോക്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാവുന്ന ലിങ്ക് ഉണ്ട്, ചെക്ക് ചെയ്യാം. ഗ്ലാൻ ഫാർമ 1000 കോടി രൂപയുടെ അക്വിസിഷൻ അടുത്ത ഒരു 12-15 മാസത്തിലേക്ക് ഇവർ ചെയ്യുമെന്ന് കമ്പനി അറിയിച്ചു. ഗ്ലെൻമാർക്ക് ഫാർമ നെറ്റ് ലോസാണ് കമ്പനി ഉള്ളത്. 331 കോടി രൂപ ലോസ് റിപ്പോർട്ട് ചെയ്തു. കൂടാതെ തന്നെ 19% ഇവരുടെ റവന്യൂവും കുറഞ്ഞിട്ടുണ്ട്. ഇനോക്സ് വിൻഡ് കമ്പനി ഫെബ്രുവരി 16 ഇവരുടെ ഇൻസ്റ്റിറ്റ്യൂഷണൽ മീറ്റ് ഉണ്ട്. സ്റ്റോക്ക് ഇന്ന് 10% റാലി രേഖപ്പെടുത്തി. ഫെബ്രുവരി 16 നാളെയാണ്. ദിലീപ് ബിൽക്കോൺ കമ്പനി 400 കോടി രൂപയുടെ ഓർഡർ കിട്ടി. UPL കമ്പനി, ഫിച്ച് എന്ന് പറയുന്ന ഒരു റേറ്റിംഗ് ഏജൻസി, UPL എന്ന് പറയുന്ന ഫെർട്ടിലൈസർ കമ്പനിയാണ്, വളമൊക്കെ ഉണ്ടാക്കുന്ന കമ്പനിയാണ്, അവരെ ഡൗൺഗ്രേഡ് ചെയ്തിട്ടുണ്ട്. തേജസ് നെറ്റ്വർക്ക് കമ്പനിക്ക് 27 കോടി രൂപ PLI ലിങ്ക് ഇൻസെൻറ്റീവ് സ്കീം വഴി കമ്പനിക്ക് ലഭിച്ചിട്ടുണ്ട് ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്ന്. BL കാഷപ്പ് ആൻഡ് സൺസ് കമ്പനി 202 കോടി രൂപയുടെ ഓർഡർ കിട്ടി. ഈസി ട്രിപ്പ് പ്ലാനേഴ്സ് കമ്പനി, അത് സ്പെല്ലിങ് തെറ്റിപ്പോയിട്ടുണ്ട്, ഈസി ട്രിപ്പ് പ്ലാനേഴ്സ് ആണ് കമ്പനി. ഫസ്റ്റ് ഇവരുടെ ഫ്രാഞ്ചൈസി ഇൻഡോറിൽ ഓപ്പൺ ചെയ്തു. ആക്സിസ് ബാങ്ക്, മാക്സ് ഫിനാൻസ് കമ്പനി. സുബ്രഹ്മണ്യ സ്വാമി എന്ന് പറയുന്ന പൊളിറ്റീഷ്യൻ ഡൽഹി ഹൈക്കോർട്ടിനെ സമീപിച്ചിട്ടുണ്ട്. ആക്സിസ് ബാങ്ക് അല്ലെങ്കിൽ മാക്സ് ഫിനാൻസിൽ ഏകദേശം 5100 കോടി രൂപയുടെ സ്കാം നടന്നു എന്നാണ് അദ്ദേഹത്തിൻ്റെ ഒരു ക്ലെയിം. അപ്പോൾ ഇതൊരു ക്ലെയിമാണ്. ഇനിയിപ്പോൾ അത് കോടതി പരിഗണിക്കും. പക്ഷേ എങ്കിൽ കൂടിയും ആക്സിസ് ബാങ്ക് ഇങ്ങനെ ഒരു വാർത്ത കാരണം ഇന്നൊരു 2.5% ഇടിവുണ്ടായി. കോൾ ഇന്ത്യ കമ്പനി ഇവർ ഹരിയാന പവർ പർച്ചേസ് സെൻ്ററായിട്ട് പുതിയൊരു ബിസിനസ് കോൺട്രാക്ട് സൈൻ ചെയ്തു. ലുപ്പിൻ ഫാർമ കമ്പനിയാണ്. പുതിയ മെഡിസിന് US ഡ്രഗ് കൺട്രോൾ അതോറിറ്റിയുടെ അംഗീകാരം ലഭിച്ചു. കോൺഗോർ കമ്പനി കണ്ടെയ്നർ കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ബംഗ്ലാദേശ് കണ്ടെയ്നർ കമ്പനിയായിട്ട് ഒരു പുതിയ ബിസിനസ് കോൺട്രാക്ട് സൈൻ ചെയ്തു. റിലയൻസ് വാൾട്ട് ഡിസ്നിയിൽ ടാറ്റ പ്ലേയിൽ വാൾട്ട് ഡിസ്നിക്ക് ഏകദേശം 30% സ്റ്റേക്ക് ഉണ്ട്, നിക്ഷേപമുണ്ട്. അത് റിലയൻസ് ബൈ ചെയ്തേക്കാമെന്നുള്ള ചർച്ചകൾ നടക്കുന്നുണ്ട്. സിസ്റ്റം കമ്പനി 44 കോടി രൂപ നെറ്റ് പ്രോഫിറ്റ് കരസ്ഥമാക്കി. HDFC ബാങ്കായിട്ട് ബന്ധപ്പെട്ട ന്യൂസ് ഉള്ളത്, ഹോം ലോൺ സെഗ്മെൻറ്റിൽ ഇവരുടെ മാർക്കറ്റ് ഷെയർ 20% വർധനവ് രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് കമ്പനീനെ സംബന്ധിച്ചുള്ള ന്യൂസ്. HDFC ബാങ്ക് ഇന്ന് 2% ഒരു റാലി രേഖപ്പെടുത്തിയിരുന്നു. വിശദമായിട്ടുള്ള ന്യൂസായിട്ട് നാളെ രാവിലെ 7 എത്താം. താങ്ക് യു.